നമുക്കൊന്ന് സംസാരിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. കുറച്ച് നേരം എടുക്കാം, കുഴപ്പമില്ല. അത് ഇന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ നേരത്തെ കാരണം നാളെ പലരും പറഞ്ഞ സമയം വൈകിയാലോ, സമയം നാളെ വൈകിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് സപ്താഹത്തിന് അടുത്ത വേദിയിലേക്ക് പോകേണ്ട പ്രാരബ്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് നാട്ടിലാണ് എന്ന് വെക്കുക, അയാൾക്ക് ബോംബെക്ക് നാളെ പോകണം. സമയത്തിന് എയർപോർട്ടിൽ എന്തെങ്കിലും വിമാനം അതിന്റെ പാടിന് പറഞ്ഞു പോകും. അപ്പൊ എത്തിക്കാമെന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ആണ് ദിലീപിനൊക്കെ കേൾപ്പിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ നാളെ നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ പൂർത്തീകരിക്കും. ഇനി സമയക്രമങ്ങളൊക്കെ പറയുകയാണ്. നേരത്തെ എത്തണം. അതുപോലെ ആടി പാടി ചെരിഞ്ഞാടി കുഴഞ്ഞാടി വർത്താനൊന്നും പറഞ്ഞ് വഹിക്കരുത്, നേരത്തെ എത്തണം. മനസ്സിലായത്? ഓ, മനസ്സിലായെങ്കിൽ ഒന്ന് കൈകൊടുക്കുക. മാത്രമല്ല സാധിക്കുമെങ്കിൽ നാളെ രാവിലെ ആ സഹർഷനാമത്തിൽ, നാളെ ഏകാദശി കൂടിയാണ്, നമ്മുടെ സമാപന ദിവസം, നല്ല ദിവസം. ഏകാദശി ദിവസം ദ്വാദശി ദിവസമൊക്കെ യജ്ഞം പൂർത്തീകരിക്കുന്നത് വളരെ വിശേഷമായിട്ട് നമ്മൾ നാളത്തെ ആ ദ്വാദശ സ്കന്ധസാരത്തില് വായിക്കണം. അപ്പൊ ഇതൊക്കെ അമ്മയുടെ ഒരു നിശ്ചയമാണ്. ഈ വർഷത്തിലെ സപ്താഹ യജ്ഞം ഇങ്ങനെയുള്ളൊരു സുദിനത്തിൽ അവസാനിക്കണം എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, രാവിലെ നമ്മൾ 6:4-നാണല്ലോ വിഷ്ണു സഹർഷനാമം. അതിനു മുമ്പ് പുരുഷസൂക്തം, ഭാഗ്യസൂക്തം, ഐകമത്യസൂക്തം, ഇങ്ങനെയുള്ള വേദസൂക്തങ്ങളൊക്കെ ചൊല്ലി പിന്നീടാണ് ഇത് ചെയ്യാറ്, സഹർഷനാമം ജപിക്കാറുള്ളത്. സഹർഷനാമം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചേർന്ന്, വന്നവരെല്ലാവരും ചേർന്ന് ഇവിടുന്ന് വെള്ളം മേടിച്ച് കൈയൊന്ന് തുടച്ച് വൃത്തിയാക്കി ഭഗവാൻ അർച്ചിക്കാനുള്ള ആ പുഷ്പം മേടിച്ച് നിന്ന് എല്ലാവരും ചേർന്ന് സമൂഹ പ്രാർത്ഥന, എന്താണ് പറയാ, ഇതിന് കൂട്ടപ്രാർത്ഥന എന്തൊക്കെ കഴിഞ്ഞ് പേരിടക്കണം. എല്ലാവരും ചേർന്നുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ടാണ് ദീപാരാധന ചൊല്ലി ഒരു കീർത്തനവും ചൊല്ലി ധ്യാനശ്ലോകങ്ങൾ ചൊല്ലി നമ്മൾ പാരായണം ആരംഭിക്കാറുള്ളത്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരോടും എത്തിച്ചേരണം, എല്ലാ കുടുംബാംഗങ്ങളോടൊക്കെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ഓരോ ദിവസം കഴിയുമ്പോഴും നാളെ വരണേ നാളെ വരണേ നാളെ വരണേ എന്ന് പറയും. അതുപോലെ പറയും, അതുപോലെ കേൾക്കും, അതുപോലെ തലയാട്ടും, അതുപോലെ പോകും. എന്നാലും ഒട്ടും മോശമായിരുന്നില്ല. പല സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഇത്രയൊക്കെ സൗകര്യം ചെയ്തിട്ട് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇവിടെ അങ്ങനെയായിരുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടി വന്നു. പക്ഷെ ഉച്ചയ്ക്കൊക്കെ വരുന്ന പോലെയുള്ള വരവൊന്നും ഉണ്ടായിട്ടില്ല. ഉച്ചക്കത്തെ വരവ് എന്ന് പറഞ്ഞൊരു 1.5 വരവാണ്, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. നമ്മുടെ വേദനയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നമ്മളിപ്പോ ഓരോന്ന് കേട്ടാൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുക, ഏതിനാണ് എപ്പോഴാണ് പോകേണ്ടത്, ഏത് സമയത്താണ് അവിടെ ചെല്ലേണ്ടത്, ഏത് സമയത്ത് തരാതെ എന്നുള്ളതൊക്കെ നോക്കി അതിനൊക്കെ അനുസരിച്ച് നമ്മൾ തന്നെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. എന്നാലും ഒരുവിധം എല്ലാവരും വന്നവരെയൊക്കെ നല്ല രീതിയിലാണ് ട്രീറ്റൊക്കെ ചെയ്തത്. ആവുന്ന പോലെയൊക്കെ സേവനങ്ങളൊക്കെ ചെയ്ത് ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇന്നത്തെ ഈ നിമിഷം വരെ അമ്മ നമ്മളെ എല്ലാവരെയും ഒറ്റ ഇതിലേക്ക് അവിടെ ചേർത്ത് വെച്ച് കാരുണ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് അതാണല്ലോ മുഖ്യം. ഇതൊക്കെ ഇടയ്ക്ക് പല കാര്യങ്ങൾ പറയുന്നത് ഒരു പ്രധാന കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാളെ രാവിലെ ഉണ്ടാവും. നാളെ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. ഇപ്പൊ നേരത്തെ നിർത്താൻ പോവാണല്ലോ, ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. നേരത്തെ എഴുന്നേറ്റ് ശരീരശുദ്ധിയൊക്കെ വരുത്തി വേഗം ഞാൻ മുമ്പേ എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ എത്തി അമ്മയെ കണ്ടുകൊണ്ടത് അമ്മയുടെ അനുവാദത്താക്കി യജ്ഞശാലയിലേക്ക് വന്ന് ആ സൂക്തജപം, സഹർഷനാമജപം, അതുപോലെ പ്രാർത്ഥന ഇത്യാദികളിലൊക്കെ പങ്കുചേരുക. അതിനുശേഷം നിങ്ങൾക്കൊന്ന് വീട്ടിൽ പോകണം തോന്നുകയാണെങ്കിൽ പോയിട്ട് വേഗം മടങ്ങി വരാം. 8:30-ക്കാണ് പ്രഭാത ഭക്ഷണം, അത് മറക്കണ്ട. ആ പ്രഭാത ഭക്ഷണം കഴിയുമ്പോഴേക്കും നമ്മുടെ വായനയുടെ ഒരു എന്താ പറയാ 98% അപ്പോഴേക്കും കഴിയും. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ പ്രധാനമായ 12ാം അധ്യായം ആക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ
സംഭാഷണമൊക്കെ ചെയ്യും. പറ്റില്ലെങ്കിൽ ഈ വായിച്ച വിഷയത്തെ പറ്റി, ഇല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞ് കൃത്യം 11 മണിക്ക് 11 നമ്മൾ ഭാഗവതത്തിന് 12ാമത്തെ അധ്യായം വായിച്ച് 10-12 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് മംഗളാധ്യായം വായിച്ച് പിന്നെ അവതാരങ്ങളിൽ വായിച്ച് ഇതിനോടനുബന്ധിച്ച ഇതിന്റെ കർമ്മങ്ങളൊക്കെ ഒരു 11-11:45 ആകുമ്പോഴേക്കും തീർക്കും. അതിനുശേഷം ആചാര്യന്മാർക്കുള്ള ദക്ഷിണാദികൾ ചെയ്ത് നിങ്ങൾക്കുള്ള ദക്ഷിണാദികളൊക്കെ സമർപ്പിച്ച് യജ്ഞപ്രസാദം മേടിച്ച് അതാത് സ്ഥലങ്ങളിൽ പിന്നീട് ഇതിന്റെ സംഘാടകരുണ്ട്. അവിടെ എല്ലാവർക്കുള്ള ഒരു കൃതജ്ഞത, നന്ദി ഇതൊക്കെ വേണമല്ലോ. അതൊക്കെ രേഖപ്പെടുത്തി ഒരു 12-10 ആകുമ്പോഴേക്കും അതൊക്കെ പൂർണ്ണമാക്കിയതിനു ശേഷം പതുക്കെ മെല്ലെ നമുക്ക് നമ്മുടെ സഭാഗ്രഹത്തിൽ നിന്ന് ഭോജനശാലയിലേക്ക് മെല്ലെ പോകാം. ഭക്ഷണാദികളൊക്കെ കഴിഞ്ഞ് യജ്ഞപ്രസാദമായിട്ട് ഇവിടെ നിങ്ങൾ കൊണ്ടുവച്ച കൃഷ്ണവിഗ്രഹങ്ങളെയും ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ള കൃഷ്ണവിഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് ആർക്കെങ്കിലും ഇനി കൃഷ്ണവിഗ്രഹം ബുക്ക് ചെയ്യണമെങ്കിൽ അതും ആവാം. അതുപോലെ നാളെ നറക്കൊക്കെ ഒരു വിഗ്രഹം എടുക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ കൊടുത്തു. ഇപ്പൊ എന്താ തന്നെ വസ്ത്ര നിശ്ചയിക്കാൻ ആളുകാരൊക്കെ എടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം പറയട്ടെ, നാട്ടിന് പങ്കെടുത്ത എല്ലാവർക്കും വിഗ്രഹം കിട്ടില്ല കേട്ടോ. ആർക്കേ കിട്ടുള്ളൂ? ഒരാൾക്ക്. ആ ഒരാളെ ആര് നിശ്ചയിക്കും? ഞാൻ 50 കൊടുത്ത ആ കൈവിടെ നീക്കും എന്ന് പറഞ്ഞിട്ട് മേടിക്കരുതേ. നമ്മള് ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് അതിനെ വിജയിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി ഒരു ചെറിയ രസകരമായ കൂട്ടായ്മ മാത്രം കണക്കാക്കുകയാണ്. അതിൽ സമർപ്പിക്കപ്പെട്ട എല്ലാവരും ഭാഗ്യശാലികളാണ്. ഒരാൾക്ക് നമ്മൾ അതിൽ ഒരു ഉപഹാരം തെരഞ്ഞെടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നു മാത്രം. അതുകൊണ്ട് കിട്ടാത്തവർക്കാണ് ഏറെ സന്തോഷം വേണ്ടത് എന്ന് ചുരുക്കം. ചിരിക്കും വേണ്ട, കിട്ടാത്തവർക്ക് ഏറ്റവും നല്ല സന്തോഷം ഉണ്ടാവുന്നത്. ഇതൊരു മത്സരം ഒന്നുമല്ല, ഒരു കൂട്ടായ്മ, ഒരു എന്താ പറയാ യജ്ഞത്തിന് വേണ്ടത് കണ്ടെത്താനുള്ള ഒരു എന്താ പറയാ വഴി എന്ന് മാത്രം മനസ്സിലാക്കുക. മോഹം എല്ലാവർക്കും ഒരേ വിഗ്രഹം കൊടുക്കണം എന്നാണ്. അതിനുള്ള സാമ്പത്തിക ശേഷി അമ്മ ഉണ്ടാക്കി തരട്ടെ. അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റി ഭാഗവത തീവണ്ടി കള്ളിയും മുക്കിയും ഒക്കെ ഓടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ ഒരു സമയക്രമം. മനസ്സിലായില്ലേ? തലനാട്ടിയെ പോലെ പറയണം. ഈ തലനാട്ടിനെ കണ്ടാലേ എന്നെ നാട്ടുകാരുടെ സംശയം. അത് വള്ളുവനാടിന്റെ പ്രത്യേകത അത് ഞാൻ നിരാകരിക്കണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് മറുപടിയാണ്. വായ തുറന്ന് സംസാരിക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ കഴിവില്ലാണ്ടല്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഇതൊക്കെ എന്റെ അവസാനത്തെ ഒരു ചോദ്യം. ഈ സപ്താഹം എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര മാർക്കുണ്ട്? പാസ് മാർക്ക് ഉണ്ടാവുമല്ലേ? 40 മാർക്കുണ്ട്. 100 അതോ 60? ഫസ്റ്റ് ക്ലാസ് ഇല്ല. 100 100 സഹിക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യത്തെ 2 ദിവസം നിങ്ങളോട് സമ്പർക്കം ചെയ്യാൻ എന്താ പറയുക, ഇതൊക്കെ ഒരു അകലുള്ള പറയുന്നത്. പിന്നീട് കുറേശ്ശെ കുഴപ്പമില്ല കളിക്കാരൻ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിലും ചിരിക്കുന്ന താടിയില്ലാത്തൊരു ഈ പ്രയോഗം താടിക്കാരൻ ചെയ്യുന്നു. എന്റെ വീട്ടിലൊരു തെറ്റായിട്ടൊരു നാടൻ പട്ടിയ ഞാൻ പേര് പേരുന്ന സുന്ദരി എന്നാണ്. നല്ല എന്താ പറയാ അങ്ങനൊരു ശബ്ദമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനോട് ഇടയ്ക്കൊക്കെ വർത്താനം പറയും. ചില സമയത്ത് അതിന്റെ പാട്ടായുണ്ടോ ഇങ്ങനെയൊക്കെ കാണട്ടെ വന്നേക്കൊണ്ട് പാടിക്കാരെന്ന് പറഞ്ഞു. അപ്പൊ അത് ചില പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഇതൊരു രസം പറയുള്ളൂ. അത് പുറത്തു പോയി കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ഒരാഴ്ച ഒരുമിച്ച് കൂടാൻ സാധിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഒരു മഹാസദസ്സിൽ കൂടെ
പല മഹാത്മാക്കളുടെയും സമൂഹത്തിൽ ഉള്ള ദിവ്യമായ അല്ലെങ്കിൽ വളരെ പ്രാഗൽഭ്യം ധരിച്ച വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം, ആദരവുകൾ, അതുപോലെ അനുമോദനാദികൾ, അതുപോലെ അവർക്ക് വേണ്ട പ്രചോദനാദികളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മഹാത്മവേദി ഉണർന്നത്. ആ ഒരു ഉണർവ് അന്ന് അവരൊക്കെ വന്ന് അല്പനേരമാണെങ്കിലും നമ്മളോട് സംസാരിച്ച് നമ്മളിലേക്ക് പകർന്നു നിന്ന ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ജീവിതത്തെ നമ്മുടെ ഒരു കാഴ്ച കൂടെ അല്ലാതെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവര് നൽകിയ ചെറിയ ചെറിയ അറിവുകളിൽ കൂടെ ഉൾക്കൊള്ളുന്നപ്പോൾ നമുക്കൊരു അനുകൂലമായ ഒരു ഊർജം ലഭിച്ചു. ആ ഒരു ഊർജത്തോട് കൂടിയിട്ടാണ്, ആ ഒരു ഊർജസ്വലതയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയത്. പലവരുടെയും കലാപരിപാടികളും പ്രഭാഷണങ്ങളും അതുപോലെ നാദ വിസ്മയങ്ങളും തിരുവാതിരക്കളികളെ കൊണ്ട് ഒക്കെ നമ്മളുടെ അരങ്ങ് വളരെ ഗംഭീരമായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ആ കുചേല സുധാമ സമാഗമം അതും കൂടെ ഉണ്ടായിട്ട് പൂർണ്ണമായി. അപ്പൊ നമുക്ക് എന്ന് ഓർക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല നല്ല സ്മരണകളും അതുപോലെ തന്നെ പല പല പുതിയ കാര്യങ്ങളും അറിവുകളും ഒക്കെ പകർന്നതാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ലേ എല്ലാം. പല കാര്യങ്ങളും പറഞ്ഞു, മുഴുവനൊന്നും വിസ്തരിച്ച് പറയാൻ, ഭാഗവതം വിസ്തരിച്ച് പറയാനൊന്നും സാധിച്ചില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. എങ്കിലും ഉള്ള സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ മാനിച്ച് അതിന് സുഖമായിട്ടാണ് നിങ്ങൾ അപ്പോൾ ആ അറിവുകളും അതുപോലെ കലകളും കലാപരിപാടികളും ദൈവികപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ഒരു അഭിപ്രായം, ഇത് നിങ്ങൾ തല്ലിക്കെടുത്തരുത്, ഊതിക്കെടുത്തരുത്, അണച്ചു കളയരുത്. കാരണം ഇനി തുടർന്ന് അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് ഇടപെടുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഓർമ്മകളായിട്ട് മാറും. ഗാനമേളയൊക്കെ കഴിഞ്ഞ ചിലപ്പോൾ ഉണ്ട് കണ്ടു. അതുകൊണ്ട് പറയുന്നത് വേറെ ഒന്നുമില്ല. അതിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ ഈ ശാന്തിപാഠങ്ങൾ നടക്കരുത്. അവിടെ പണ്ട് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ യജ്ഞം കഴിഞ്ഞാൽ 2 ദിവസം മൗനത്തിലിരുന്ന് വളരെ ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ എനർജി ഒന്നും കൂടെയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ആ ചാർജ് മുഴച്ചു പോയി. നമുക്കറിയാം, ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ടാബോ അല്ലെങ്കിൽ വേറെ ഒന്നോ ചാർജ് ചെയ്ത് എടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ചാർജ് പോകാൻ വളരെ എളുപ്പമാണ്. ചാർജ് കളയരുത്. നിങ്ങൾ ചാർജ് ചെയ്തു. ഈ ചാർജ് ഇനി അടുത്ത സപ്താഹ യജ്ഞം വരെ ഇരിക്കണം. അങ്ങനെയുള്ളൊരു ബാറ്ററി പവർ ആർക്കുണ്ടാവണം? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമോ? അങ്ങനെ ഉണ്ടാവണം. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നാളെ വൈകുന്നേരം ബാറ്ററി കഴിഞ്ഞിട്ടോ എന്ന് പറയാൻ ഇടവരരുത്. ഇത് ഓർത്ത്, ഈ ഉദാഹരണം ഓർത്ത് നല്ല ഉന്മേഷവാനായിട്ട് തീർക്കുക. ജീവിതത്തെ നന്നായിട്ട് കാണുക. നേരത്തെ പറഞ്ഞല്ലോ, വരുന്നതൊക്കെ ഇന്നതൊന്നും വരരുതെന്ന് പറയുന്നത് ജീവിതത്തിൽ സാധ്യത. കാരണം നമ്മൾ ചെയ്തു പോയ നിർവാഹകമായ കർമ്മത്തിന്റെ ഫലം എങ്ങനെയെന്നുള്ളത് അറിയാൻ ഒരു പരിശ്രമവും നടത്താത്തവരാണ് നമ്മൾ. ജീവിതത്തിൽ ഏതോ ഒരു ഒഴുക്കിൽ ഒഴുകിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും അതിനെ സമൃദ്ധിക്കായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. മറിച്ച് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വന്നൂടോ എന്നുള്ള ഒരു മനോവ്യാപ്തി, വിഷമം വരരുത്. ഭക്തന്മാരുടെ ഇടയിൽ അങ്ങനെയൊക്കെ ചെറുത് കാണുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് ഇങ്ങനെ വന്നൂടോ, ഇതൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് തളരുന്ന ആൾക്കാരെ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. അതിൽ ശരിക്കും ആധ്യാത്മികത എന്നത് മനസ്സിലാക്കാത്തത്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞുകൂടെ ചർച്ച ചെയ്താണ് സമദൃഭാവം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആധ്യാത്മിക ശക്തി കൊണ്ടാണ് ആ സമദൃഭാവം വരിക. അതിനാണ് പല പല കഥകളും വ്യാസൻ നമുക്ക് കാണിച്ചു തന്നത്. അവരൊക്കെ ഉൾക്കൊണ്ട പോലെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ആവുന്നത്ര ഉൾക്കൊള്ളുന്നുണ്ട്. ജീവിതത്തെ ആസ്വദിക്കുക, ജീവിതത്തിൽ തളരരുത്. വരണതൊക്കെ വരട്ടെ, വരണതിനൊക്കെ വരണ പോലെ സ്വീകരിക്കുക, പോണതിനൊക്കെ പോണ പോലെ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് കയറിപ്പിടിച്ച് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിന് ഭാരങ്ങൾ ഉണ്ടാക്കി വെക്കാറില്ല. എത്രയോ ഭാരങ്ങൾ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കുക. ഈ ഭാരം കൊണ്ട് നടക്കുന്ന മനസ്സെല്ലാം നമുക്ക് ആവശ്യം ഭാരം ഒഴിഞ്ഞ ഒരു നല്ല
മനസ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ശാന്തി, സുഖം, ജീവിത സുഖങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കേണ്ട നല്ല കാര്യങ്ങൾ അതൊക്കെ അനുഭവിക്കാൻ ഇടവരും. അതിനെയാണ് മുക്തി. അല്ലാതെ ഇവിടെ ജീവിച്ച് എന്തെങ്കിലും ചെയ്ത് വേറെ ലോകത്ത് പോയിട്ട് അതനുഭവിച്ച് തിരികെ ഇങ്ങോട്ട് വരലല്ല. ഇങ്ങനെ കയറ്റി വിടുന്നു, ഇറക്കി വിടുന്നു, കയറ്റി വിടുന്നു, ഇറക്കി വിടുന്നു എന്നാണ് മുക്തി. ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് അന്യലോകങ്ങളല്ല ആവശ്യം. ഇവിടെ മുക്തി, ഇവിടെ സ്വർഗം, ഇവിടെ അന്യലോകമല്ല. പുണ്യം കഴിഞ്ഞാൽ അവിടുന്ന് തെറിച്ചു പോകുന്ന ലോകമല്ല നമുക്ക് വേണ്ടത്, ഇവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഭംഗിയാക്കണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടാവണം. ആ നല്ല കാഴ്ചപ്പാട് പല ജീവിതങ്ങളെയും ഉദാഹരിച്ചും കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്ന ഇതിഹാസങ്ങളാണ്, ചരിത്രങ്ങളാണ്, പുരാണങ്ങളാണ്, ശ്രുതികളാണ്, സ്മൃതികളാണ് ഏത് ശ്രീമദ് ഭാഗവതമാകുന്ന വേദം. അത് നമ്മൾ ഒരിക്കൽ കൂടെ മുഴുവൻ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ പോകുക. ഇത് ഓർമ്മയിൽ വയ്ക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകളെ വിഷമീകരിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി എന്ന് തോന്നിയതിൽ എനിക്ക് ഏറെ സന്തോഷം. ഈ പരിചയമില്ലാത്ത സദസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള പ്രതീക്ഷകൾ വെച്ച് വരും. പ്രതീക്ഷകൾ നമുക്കൊരു ഭാഗം, പ്രതീക്ഷകൾ അതിനെ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷകൾ എനിക്ക് പോയി നല്ല തലായി ഞാൻ കണ്ടു. പ്രതീക്ഷകൾ അത് നമുക്ക് ശരിക്കൊരു ഭാഗം തന്നെ അല്ലേ പക്ഷെ എന്താ അനുഭവം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ നമ്മുടെ വരുന്ന അനുഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പരീക്ഷ എഴുതിയിട്ട് എനിക്ക് 100 കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ച് കാര്യങ്ങൾ എഴുതിയതിനനുസരിച്ചല്ലേ മാർക്ക് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് പരീക്ഷ? നന്നായിരുന്നു. പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. കിട്ടിയത് അവരവന്റെ യോഗ്യതകൾ എഴുതി വെച്ച ഉത്തരത്തിനനുസരിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടാവുന്നതിന്റെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷ അതിന് മേലെ ആയതുകൊണ്ട് അർഹിച്ചത് കിട്ടിയിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. പല കഥകളും നമ്മൾ കേൾക്കുന്നില്ലേ? പരീക്ഷയ്ക്ക് 1 മാർക്ക് കുറഞ്ഞു, 1 മാർക്ക് കൊണ്ട് ഇനി ജീവിക്കേണ്ട എന്ന് തോന്നി മരണത്തിലേക്ക് എടുത്തു ചാടുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. 1 മാർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നമായി മാറുക. 1 മാർക്ക് പ്രശ്നമായി. 1 മാർക്ക് നമ്മൾ പ്രശ്നമാക്കരുത്. പ്രതീക്ഷകളാണ് അത് പ്രശ്നമാക്കി തീർക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം പിടികിട്ടി. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വപ്നം കാണണ്ട എന്ന് പ്രതീക്ഷിക്കേണ്ടതല്ല. പ്രതീക്ഷകൾ നമുക്ക് ഭാരമായി മാറരുത്. പറഞ്ഞത് താല്പര്യം. പ്രതീക്ഷകൾ എന്ന് പറയൂ. പ്രതീക്ഷകൾ നമുക്ക് ഒരു ഭാരമായി മാറരുത്. പ്രതീക്ഷകൾ നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തരുത്. അത് സന്തോഷപ്പെടുത്താനുള്ളവയാണ്. പരീക്ഷകളൊക്കെ വരാൻ പോണത് കുട്ടികൾക്ക് ഏറ്റവും അധികം മാനസികമായ ബലം കൊടുക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടൊക്കെ വീണ്ടും പറയുകയാണ്. 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് അപ്പുറത്തുള്ളവരിലേക്ക് അടയ്ക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ കടമ്പയായിട്ട് ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ നല്ല മാനസിക ബലത്തെ കൊടുക്കുക. കേവലം ഒരു പേപ്പറിൽ എഴുതുന്ന ഉത്തരമല്ല നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നത്.
നിങ്ങളുടെ സദ്ഗുണങ്ങളാണ്. നിങ്ങൾ അറിവിൽ കൂടെ, പഠനത്തിൽ കൂടെ ആർജിച്ച പ്രായോഗിക ജീവിത ജ്ഞാനമുണ്ടല്ലോ, നോളേജ്, അത് വലിയ മുഖ്യമാണ്. അതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുക. ഇന്ന് തൊട്ട് നാളെ നമുക്ക് വലിയ വിജയങ്ങൾ കൈയെടുക്കാൻ പറ്റും. തോൽവി ക്ഷണികമാണ്, ജയം ആത്യന്തികമാണ് മനസ്സിലാക്കുക. മാത്രമല്ല, ലോകത്തിൽ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ റാങ്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. അതിനകത്ത് നിന്ന് പഠിക്കണമെന്നല്ലാട്ടോ പറഞ്ഞ് കഴിയും. അത് കഴിവുള്ളത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ജീവിതത്തിൽ മികച്ച വിജയം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ പ്രതിഫലിക്കണം. അത് ഒരു മാർക്കിന്റെയോ ഒന്നിന്റെയോ മറ്റേതിന്റെയോ കുറവുകളെ കൊണ്ട് ജീവിതത്തിനുള്ള ഒരു ഇരുട്ട് എന്ന് കൂടരുത് എന്ന് താല്പര്യം. പ്രതീക്ഷകൾ ഭാരമായിട്ട് മാറാതെ പ്രതീക്ഷകളെ ആനന്ദമാക്കി ജീവിതത്തിൽ കൊണ്ടുപോകാൻ, നീതിബോധത്തോടെ ധർമ്മബോധത്തോടെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു 7 ദിവസം ഒരു കുടുംബമായിട്ട് നമുക്ക് കൂടുതലൊന്നും സംഭാവന ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മുഖത്ത് നോക്കുമ്പോൾ ചിരിയെങ്കിലും വരുന്നില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അന്ന് ചിരി കിട്ടുക, ഒന്ന് ചിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിന് ഒരു വേദി നമുക്ക് അന്ന് ഒരുക്കി തന്നു. വളരെ സന്തോഷം. ഭാഗവതം ഇവിടെ നടക്കുന്നു, ഇത്രയും വർഷമായിട്ട് നടക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഒരു 7 ദിവസം ഒരു കുടുംബ ബന്ധുവിനെ പോലെ, നിങ്ങളുടെ കുടുംബാംഗത്തെ പോലെ ഈ 7 ദിവസം കൂടാൻ സാധിച്ചത് വളരെ 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 ഭാഗ്യം, സന്തോഷം നിറഞ്ഞതാണ്, യഥാർത്ഥത നൽകുന്നതാണ്, കൃതജ്ഞതയുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകള് ഉപസംഹരിക്കുകയാണ്. സന്തോഷായി എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം. നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താലപ്പൊലി ഉത്സവമൊക്കെ അതുപോലെ ജീവിതത്തിലുള്ള താലപ്പൊലിയാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇനി പ്രസാദ വിതരണം നടത്തുകയാണ്. ഇവിടെ വന്ന് പ്രസാദം മേടിച്ച് 2 പേരും വിളക്ക പദ്ധതി വയ്ക്കാം. അതുകൊണ്ട് ഇവിടെ നടന്നു പോകാൻ ആദ്യം ആ പൂജയ്ക്ക് ഇരുന്നത് അവർക്ക് ഒരു പ്രസാദം കൊടുക്കുകയാണ്. അതിനുശേഷം മറ്റുള്ളവർ പൂജയ്ക്ക് ഇരുന്നവരൊരു വരിയായിട്ട് ആദ്യം നിൽക്കും. അവർ മാത്രം